ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. 3-4 ദിവസമായി നിന്ന് പെയ്യാൻ മഴ, ഒരു സമാധാനം തരുന്നില്ല. പുറത്ത് പോകാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ. എന്നാലും നമുക്ക് പെട്ടെന്നുള്ള എളുപ്പ കറിയായിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ. അപ്പം ഇന്ന് മോരുകറിയാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ വാഴക്കായും ചേനയും. അപ്പം ഇന്നത്തെ കറി എളുപ്പത്തിൽ തന്നെ വയ്ക്കാം, നിങ്ങളും പോരെ. അപ്പോൾ ഇവനിവിടെ എന്താ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല, ഒരു സമാധാനം തരില്ല കേട്ടോ. എന്ത് പണിയെടുക്കുകയാണെങ്കിലും അവനത് അറിയണം എന്താണ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം. അപ്പം നമുക്ക് ചേന നുറുക്കാം. കൈയൊക്കെ നന്നായി ചൊറിയുന്നുണ്ട്, എന്നാലും സാരില്ല, നല്ല ടേസ്റ്റായിട്ട് കഴിച്ചൂടെ. അപ്പം അതിൻ്റെ ഇടയിൽ ഇവൻ്റെ വികൃതി, ഇവൻ വാതിൽ തുറന്നിട്ടാൽ പുറത്തേക്ക് ഓടും. അപ്പോൾ അങ്ങനെ ഇവനെ തരാൻ പോയി, എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇവൻ എന്താ നമ്മളോട് ചോദിക്കുന്നത് എനിക്കറിയില്ല, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളിതാ തേങ്ങ അതിൻ്റെ ഇടയിൽ കൂടെ ചിരകി ജീരകം ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. എനിക്ക് നല്ല മഞ്ഞ കളറിൽ കാണണം മോരുകറി. അപ്പം ഇത്തിരി കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ വാഴയ്ക്കും പിന്നെ ചേനയും പച്ചമുളകും അടുപ്പത്ത് വെച്ചപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ പിന്നെ എന്താ ഇതാക്കണ്ടോ. അപ്പം കരിവേപ്പിനിലേക്ക് അങ്ങനെ കോലായിട്ടുണ്ട് ഇട്ട് തന്നെ, നല്ല ടേസ്റ്റ് ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ അരവ് കണ്ടില്ലേ, നേരത്തെ അരച്ച് വെച്ചതെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തു. നല്ല 1 ടീസ്പൂൺ ഉപ്പാണ്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും അധികമായാലും വേണ്ടില്ല, കുറഞ്ഞാലും വേണ്ടില്ല. പിന്നെ അതാ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, ഉലുവ ഇട്ടു, ചെറിയ ഉള്ളി. എന്താ ഇപ്പം ഇത് പുകയണമെന്ന് എനിക്കറിയില്ല, ഒരു തുള്ളി വെള്ളം വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെന്താ നമ്മൾ പറഞ്ഞു വന്നത്, ചെറിയുള്ളി ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കരിവേപ്പിൻ്റെ ഇല ഇട്ടു. അതാ നമ്മുടെ മോരുകറി റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.